എല്ലാവർക്കും എയ്സിൻ്റെ കറണ്ട് അഫെയർ ക്ലാസ്സിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്കിൻ്റെ 90ാമത് വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നാണയമാണ് 90 രൂപ നാണയം. പഠിക്കാൻ എളുപ്പം. 90ാമത് വാർഷികം 90 രൂപ നാണയം. 90ാമത് വാർഷികം 90 രൂപ നാണയം. റിസർവ് ബാങ്ക് ഗവർണറായി ഇപ്പോൾ നിലവിലുള്ളത് 25ാമത്തെ വ്യക്തിയാണ് ശക്തികാന്ത് ദാസ്. ഇത് തൊട്ടു മുമ്പ് 24ാമത്തെ വ്യക്തിയായിരുന്നു ഊർജിത് പട്ടേൽ. ഇനി ഏഷ്യൻ അത്ലറ്റിക്സ് കമ്മീഷൻ അംഗമായി നിയമിതമായ മലയാളി ഷൈനി വിൽസൺ. ഏപ്രിൽ 2 ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം. 2024 ഓട്ടിസം ദിനത്തിൻ്റെ പ്രമേയം അതിജീവനത്തിൽ നിന്ന് അഭിവൃദ്ധിയിലേക്കുള്ള പ്രയാണം. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ജുഡിത്ത് സുമിൻവ ടുലു. ജുഡിത്ത് സുമിൻവ ടുലു. ഇനി ഈ കേരളത്തിൽ അടുത്തിടെ കണ്ടുവന്നൊരു തീരദേശ കടൽ കയറുന്ന പ്രതിഭാസം ഉണ്ടായിരുന്നു. അതിനെ വിളിച്ചാണ് കള്ളക്കടൽ പ്രതിഭാസം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് മണികുമാർ 2024 ഏപ്രിൽ ഫോക്സ് മാസികയുടെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ മുകേഷ് അംബാനിയാണ്. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം, ചരിത്രത്തിൽ ആദ്യമായി ഈ പട്ടികയിൽ ഇടം നേടിയ ഒരു മലയാളി വനിത സാറ ജോർജ് മുത്തൂറ്റ്. 2024 മനുഷ്യനിൽ H5N1 പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു രാജ്യം USA ആണ്. USA തന്നെ ടെക്സസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗ്രഹപട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി അംഗീകരിച്ചത് അമേരിക്കൻ സംസ്ഥാനമായ അരിസോണയാണ്. ഈ പ്ലൂട്ടോയെ പുറത്താക്കിയത് 2006 നമുക്ക് നിലവിൽ ഇപ്പോൾ ഉള്ളത് 8 ഗ്രഹങ്ങളാണ്. ആദ്യം ഉണ്ടായിരുന്ന 9 ഗ്രഹങ്ങളായിരുന്നു. ഏതൊക്കെയായിരുന്നത്? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോയായിരുന്നു. ഈ പ്ലൂട്ടോനെ 2006 പുറത്താക്കപ്പെട്ടു. അതിനുശേഷം ആ പ്ലൂട്ടോനാണ് ഇപ്പോൾ അമേരിക്കയിലെ ഒരു സംസ്ഥാനം അവരുടെ സംസ്ഥാന ഗ്രഹമാക്കി മാറ്റിയിരിക്കുന്നത്. ഇനി 2024 ഏപ്രിൽ ഈ നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലറ്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത്? 75ാമത്തെ വാർഷികമാണ്. ഈ നാറ്റോ രൂപീകൃതമായത് 1949 ഏപ്രിൽ 4 രൂപീകൃത സമയത്തുണ്ടായ അംഗങ്ങൾ 12. ഈ നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയമിൽ തന്നെയാണ്. ഇനി ഇപ്പോൾ നിലവിൽ ഉള്ള അംഗങ്ങൾ 32. അപ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് എത്രയായിരുന്നു? 12. ഇപ്പോൾ നിലവിലുള്ളത് 32 അംഗങ്ങളാണ്. നാറ്റോയിൽ അവസാനമായി അംഗമായ രാജ്യം സ്വീഡനാണ്. 2024 മാർച്ചിലാണ് സ്വീഡൻ ഇതിൽ അംഗമായത്. 31ാമത് അംഗമായ രാജ്യമാണ് ഫിൻലാൻഡ്. 2023 ഫിൻലാൻഡ് ഇതിൽ അംഗമായത്. രാജ്യത്തെ ആദ്യത്തെ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി CAR T-സെൽ തെറാപ്പി. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസ്യൂൾട്ട്. ലോകത്തെ ഏറ്റവും ശക്തമായ MRI സ്കാനറാണ് ഇസ്യൂൾട്ട്. ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡിൻ്റെ അംഗീകാരം നേടിയത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നമ്മുടെ തിരുവനന്തപുരത്ത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. 2024 ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 121. 2024 ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം 121. ഇതിൽ ഒന്നാം സ്ഥാനം അർജൻറ്റീന. പിന്നെ കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി മേഖല. ഏകദേശം 116ഓളം ഇനം തുമ്പികളാണ് അവിടെ ഉള്ളത്. കേരളത്തിൽ തുമ്പികളുടെ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള സംരക്ഷിത മേഖലയാണ് ശെന്തുരുണി മേഖല. ഏകദേശം 116ഓളം ഇനം തുമ്പികളാണ് അവിടെ ഉള്ളത്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. ഈ ലോക ആരോഗ്യ ദിനത്തിൻ്റെ ഈ വർഷത്തെ പ്രമേയം ആയിരുന്നു എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇനി വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളിൽ ജീവൻ്റെ സാന്നിധ്യം തേടി നാസ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ക്ലിപ്പർ. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ, അത് ഏത് ഉപഗ്രഹത്തിലാണ് ഈ ക്ലിപ്പർ വിക്ഷേപിക്കാൻ പോകുന്നത്? വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പയെ ലക്ഷ്യം വെച്ചാണ് ഈ ക്ലിപ്പർ പോകുന്നത്.
വ്യാഴത്തിന് പ്രധാനമായിട്ട് 4 ഉപഗ്രഹങ്ങളുണ്ട്. ഗലീലിയോ കണ്ടുപിടിച്ച വ്യാഴത്തിൻ്റെ 4 ഉപഗ്രഹങ്ങൾ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാണ് 4 ഗാനിമെഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പോ. ഗാനിമെഡ്, കാലിസ്റ്റോ, അയോ, യൂറോപ്പോ. ഇതിൽ യൂറോപ്പിയെ ലക്ഷ്യം വെച്ചാണ് ക്ലിപ്പർ പോകുന്നത്. ഇനി ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനം നൽകുന്ന GST വകുപ്പ് ആപ്പാണ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ. നല്ല ക്വസ്റ്റ്യനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. എന്താണ്? ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്ന GST വകുപ്പിൻ്റെ ആപ്പാണ് ലക്കി ബിൽ ആപ്ലിക്കേഷൻ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. 2024 ഈ ലോക ഹീമോഫീലിയ ദിനത്തിൻ്റെ പ്രമേയം എല്ലാവർക്കും തുല്യമായ ചികിത്സ, എല്ലാ രക്തസ്രാവ വൈകല്യങ്ങളും തിരിച്ചറിയൽ. ഇനി ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യൻ. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിയമിതമായ വ്യക്തിയാണ് കൃഷ്ണമൂർത്തി വി സുബ്രഹ്മണ്യൻ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ദീർഘദൂര ക്രൂയിസ് മിസൈൽ നിർഭയ്. ഇനി 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത് മുഹമ്മദ് സലീം. 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡ് ലഭിച്ചത് മുഹമ്മദ് സലീം. ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ കേന്ദ്രം ഇൻ്റഗ്രൽ ഫാക്ടറി ചെന്നൈ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ നിർമ്മാണ കേന്ദ്രം ഇൻ്റഗ്രൽ ഫാക്ടറി ചെന്നൈ. ഇനി ഇന്ത്യൻ നാവികസേനയുടെ പുതിയ മേധാവിയായി ചുമതലയേൽക്കുന്നത് ദിനേശ് കെ ത്രിപാഠി. ഉപ മേധാവിയായി ചുമതലയേൽക്കുന്നത് കൃഷ്ണ സ്വാമിനാഥൻ. 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തെക്കൻ അമേരിക്കൻ രാജ്യം ഇക്വഡോറാണ്. നല്ല ചോദ്യം അതൊക്കെ. അപ്പോൾ ഈ പാകിസ്ഥാനിലൊരു അടിയന്തരാവസ്ഥ പറഞ്ഞാൽ എന്തായിരുന്നു? വെട്ടുക്കിളി ശല്യത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പാകിസ്ഥാനിലാണ്. കാട്ടുതീയെ തുടർന്ന് അടിയന്തരാവസ്ഥ വന്നത് ഓസ്ട്രേലിയയിൽ. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ വന്നത് ബ്രിട്ടനിൽ. പിന്നെ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യയുടെ താഴത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ശ്രീലങ്കയിൽ. ഇപ്പോൾ ഇതോർണം പുതിയ ഓർത്തേര് 2024 ഏപ്രിലിൽ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം തെക്കൻ അമേരിക്കൻ രാജ്യമാണ് ഇക്വഡോർ. ഇക്വഡോറിൻ്റെ പ്രസിഡന്റ് ഡാനിയൽ. ഓക്കെയാണേ, അടുത്തേക്ക് പോവാം. ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി. ഇപ്പോൾ AI കാലമാണല്ലോ. അപ്പോൾ ഓപ്പൺ AI ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് പ്രഗ്യ മിശ്ര. മുൻ വിവരാവകാശ കമ്മീഷൻ വിശ്വനാഥ് മേത്തയുടെ ആത്മകഥ അതിജീവനം. നല്ല ചോദ്യമാണ് അതൊക്കെ കേട്ടോ. മുൻ വിവരാവകാശ കമ്മീഷനാണ് വിശ്വനാഥ് മേത്ത. പുള്ളിയുടെ ആത്മകഥയുടെ പേരാണ് അതിജീവനം. ഏപ്രിൽ 22 ലോക ഭൗമദിനം. ഈ ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിൻ്റെ 2024 പ്രമേയം നല്ലൊരു പ്രമേയമാണ് കേട്ടോ. അത് എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ക്ലിയർ ആണേ? ഇനി 71 വർഷങ്ങൾക്ക് ശേഷം ഭൂമിയോട് ഏറ്റവും അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വാൽനക്ഷത്രം പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. ഏതാണത്? ഡെവിൾ ധൂമകേതു എന്നാണ് നമ്മൾ കേൾക്കാറുള്ളത്. ഡെവിൾ ധൂമകേതു 12P പോൺസസ് ബ്രോക്സ്.